ശിരൂർ ദൗത്യത്തിന്റെ തുടക്കം മുതൽ മലയാളിയുടെ കൂട്ടായ്മയാണ് തെളിഞ്ഞു നിന്നത്. ശിരൂരിൽ കേരള സർക്കാരും കേരളത്തിലെ മാധ്യമങ്ങളും നടത്തിയ ഇടപെടലുകളായിരുന്നു കർണാടക സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ചത്. ജൂലൈ 16-നായിരുന്നു കർണാടകയിലെ ശിരൂരിൽ ദേശീയപാതയ്ക്ക് സമീപം മണ്ണിടിഞ്ഞ് അർജുന്റെ ട്രക്ക് ഉൾപ്പെടെ കാണാതായത്. എന്നാൽ സംഭവമുണ്ടായി 4 ദിവസം കഴിഞ്ഞിട്ടും അർജുന്റെ ട്രക്ക് കണ്ടെത്താനുള്ള ശ്രമമുണ്ടായില്ല. ഇതോടെ അർജുന്റെ അനുജൻ ജിതിൻ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്തെത്തി മാധ്യമങ്ങളെ വിവരം അറിയിച്ചതോടെയാണ് കർണാടക സർക്കാരിന്റെ അലംഭാവം പുറം ലോകം അറിഞ്ഞത്. പിന്നീട് മാധ്യമങ്ങളും കേരള സർക്കാരും വിഷയത്തിൽ ഇടപെട്ടതോടെ തിരച്ചിൽ ഊർജിതമാക്കാൻ കർണാടക സർക്കാർ നിർബന്ധിതരായി. ദൗത്യത്തിന്റെ ആദ്യ ദിനങ്ങളിൽ GPS ലൊക്കേഷൻ കാണിച്ചിരുന്ന സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയത്. പിന്നീട് തിരച്ചിലിനായി സൈനികരടക്കമെത്തി. സൈന്യമെത്തിയതോടെ ട്രക്ക് കരയിലില്ലെന്ന സ്ഥിരീകരണം ലഭിച്ചു. പിന്നീട് കോഴിക്കോട് നിന്നുള്ള 18 പേരടങ്ങുന്ന സംഘവും തിരച്ചിലിനായി ശിരൂരിലെത്തി. ഇതിനിടെ അർജുനായുള്ള തിരച്ചിലിൽ കർണാടക ഹൈക്കോടതിയുടെ ഇടപെടലുമുണ്ടായി. എന്നാൽ തിരച്ചിലിന് തങ്ങൾ വൈകിയില്ലെന്ന ന്യായീകരണമാണ് കർണാടക സർക്കാർ നൽകിയത്. തിരച്ചിലിൽ കാര്യമായ പുരോഗതി ലഭിക്കാതെ വന്നതോടെ കൂടുതൽ സൈന്യത്തിന്റെ സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചു. അർജുനായി കേരളത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളികളും ഈശ്വർ മാൽപ്പയുടെ സംഘവും ശിരൂരിലെത്തി. ഒരു ലോറി ഡ്രൈവർക്കായി കേരളം ഒത്തൊരുമിച്ചിറങ്ങുന്ന കാഴ്ച കർണാടക ഭരണകൂടത്തെ അത്ഭുതപ്പെടുത്തി. ഇതിനിടെ ശിരൂരിൽ തിരച്ചിൽ ഏകോപിപ്പിക്കുന്നതിനായി കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ശിരൂരിലെത്തി. ഒപ്പം കേരളത്തിൽ നിന്നുള്ള MLA-മാരും ശിരൂരിലെത്തി. മന്ത്രിമാരുടെ സമ്മർദ്ദം കർണാടക സർക്കാരിന് തിരച്ചിൽ ഊർജിതമാക്കാൻ നിർബന്ധിതരാക്കി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംഭവസ്ഥലം സന്ദർശിച്ച് നടപടികൾക്ക് നിർദ്ദേശം നൽകി. ഒരു ഘട്ടത്തിൽ തിരച്ചിൽ നിർത്തിയതോടെ അർജുന്റെ കുടുംബം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തേണ്ട സാഹചര്യവും ഉണ്ടായി. ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിച്ച് ശിരൂരിൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാർ കുടുംബത്തിന് ഉറപ്പ് നൽകേണ്ടി വന്നു. ഇതിനിടെ അർജുന്റെ വീട് സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബാംഗങ്ങളെ കണ്ട് എല്ലാ സഹായവും നൽകുമെന്ന് ഉറപ്പും നൽകി. മുഖ്യമന്ത്രിയുടെ ഉറപ്പിന് പിന്നാലെ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് കോഴിക്കോട് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകി. ശിരൂരിലെ തിരച്ചിൽ പുനരാരംഭിക്കാൻ കേരള സർക്കാർ നടത്തിയ ഇടപെടൽ ഡ്രഡ്ജർ എത്തിച്ചുള്ള തിരച്ചിലിന് കർണാടക സർക്കാരിനെ പ്രേരിപ്പിച്ചു. ഒടുവിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ വിജയം കണ്ടെത്തുകയായിരുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം അർജുനായുള്ള തിരച്ചിലിൽ കേരളം നടത്തിയ ഇടപെടലുകളാണ് കർണാടകം കണ്ടത്. കേരളവും സംസ്ഥാന സർക്കാരും ഒപ്പമുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ശിരൂർ ദൗത്യം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.